എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു ചെറിയ കറിയാണ്, എന്നാൽ വളരെ രുചിയുള്ളതുമാണ്. അതിനകത്തെ കണ്ടൻറ്റുകൾ: ഇതൊരു മാങ്ങ, ഇത്ര ഉള്ളി, ഇത് തേങ്ങ, പകുതി അരയ്ക്കാനും പകുതി പാല് പിടിക്കാനും, ഇത് കറിവേപ്പില, പച്ചമുളക്, മഞ്ഞൾ, മസാല പെരുംജീരകം, ഇത്രയും ചേർത്ത് ഒരു മാങ്ങ മസാലക്കറി ഓർ മാങ്ങ മപ്പാസ്. ഇത് വെച്ച് കഴിയുമ്പോൾ ഭയങ്കര ഇറച്ചിക്കറിയുടെ അതേ മണമാണ്, നല്ല ടേസ്റ്റുമാണ്. ഓക്കെ, നമ്മുടെ ആ ഒരു വലിയ മാങ്ങ ഇതുപോലെ ചരിച്ച് അരിഞ്ഞ്, എന്ന് പറഞ്ഞാൽ ബ്ലൗസിൻ്റെ വീക്കട്ട് പോലെ വൺ സൈഡ് ചരിച്ച് ഇതരിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ ഉപ്പ്, പിന്നെ പച്ചമുളക് കീറി വെച്ചത്, കറിവേപ്പില, ചുമന്നുള്ളി ഇത്രയുണ്ട്. എന്തോരം വേണമെങ്കിലും എടുത്തോ. ഇത്രയും നമ്മളിപ്പോൾ ചേർത്ത് ഇത് നന്നായിട്ട് തിരുമ്മി അല്പം വെളിച്ചെണ്ണയും കൂടെ ഇതിനകത്തൊഴിക്കും. കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഇതിനകത്തൊഴിച്ച്, അപ്പോൾ ഇതിനകത്ത് മാങ്ങ, ചുവന്നുള്ളി, പച്ചമുളക് അരിഞ്ഞത്, ഉപ്പ്, കറിവേപ്പില, വെളിച്ചെണ്ണ ഇത്രയും കൂട്ടി നന്നായിട്ട് തിരുമ്മി 1 മണിക്കൂർ വയ്ക്കുക. അപ്പം അതിനോടകൊണ്ട് നമുക്ക് ഇത് ഒരു തേങ്ങ എടുത്തതിൽ പകുതി മുക്കാൽ ഭാഗവും ഇത് അരയ്ക്കുമ്പോൾ വെള്ളം നീളാതെ അരച്ചുരുട്ടിയെടുക്കണം. അതിലേക്ക് ഒരല്പം മഞ്ഞൾ മതി, അല്പം ഇടാവുള്ളൂ. പിന്നെ ഈ മസാലക്കൂട്ട്, തേങ്ങ മസാലക്കൂട്ട്, തോരുമ്പ് മഞ്ഞൾ, ഇത് തേങ്ങ പാല് പിഴിഞ്ഞ് എടുത്ത് വച്ചിരിക്കുകയാണ്. ഇനി ഇത് 1 മണിക്കൂർ നേരം ഇത് മയങ്ങാൻ വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് ഇതാണ് തേങ്ങ മസാലയും ചേർത്ത് ഒരല്പം മഞ്ഞളും കൂടെ ചേർത്ത് വെള്ളമില്ലാതെ ഉരുട്ടി എടുക്കണം. പിന്നെ മാങ്ങ ഒക്കെ കൂടെ മിക്സ് ചെയ്ത് നല്ലതായിട്ട് ഒന്ന് വഴങ്ങി ഒരു പരിവായി. ഇതിട്ട് തിളപ്പിക്കത്തില്ല, ചെറു തിള വരുമ്പോൾ വാങ്ങത്തേ ഉള്ളൂ. പിന്നെ തേങ്ങാപ്പാൽ, ഇത് പിഴിഞ്ഞ് വെച്ച തേങ്ങാപ്പാൽ. അപ്പോൾ ഇനി അടുത്തത് എണ്ണ ഒഴിച്ച് കടുക് താളിക്കുവാണ്. കടുക് പൊട്ടി ഉള്ളി മൂത്ത് കഴിയുമ്പം തേങ്ങ അരച്ചത് ഈ എണ്ണയിലിട്ട് മൂപ്പിക്കുക. എന്ന് പറഞ്ഞാൽ ആട്ടിറച്ചി മപ്പാസ് വെക്കുന്ന പോലെയോ അല്ല കരിമീൻ മപ്പാസ് വെക്കുന്ന പോലെയോ ഇത് തേങ്ങയും മസാലയും നന്നായിട്ട് അരച്ച് വെള്ളമില്ലാതെ ഉരുട്ടിയെടുത്തിട്ടാണ് ഇതിനകത്ത് വഴറ്റുന്നത്. ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കട്ടെ. ഇതിനകത്ത് മല്ലി ചേർക്കുന്നില്ല കേട്ടോ, മല്ലി ചേർക്കത്തില്ല. തേങ്ങയും മസാലയും മാത്രമേ ഉള്ളൂ. അതൊരുവിധം മെറൂൺ ആകുന്നിടം വരെ ഇത് ഇളക്കി
അപ്പോൾ ഈ പരുവാകുമ്പം വെള്ളം ഒഴിക്കുക. വെള്ളം അരപ്പിൻ്റെ ബാക്കിയാണിത് പൊളിച്ചത്. എന്താ തേങ്ങാപ്പാലൊഴിച്ചു. വഴറ്റി ഈ മാങ്ങ ഉപ്പ് പൊടി ചേർത്ത് എണ്ണയും ചേർത്ത് തിരുമ്മി വെച്ചത് മാങ്ങ, പിന്നെ ഉള്ളി, പച്ചമുളക്, കരിയാപ്പല, ഉപ്പ്, എണ്ണ ഇവയൊക്കെ കൂടെ ചേർത്ത് തിരുമ്മി വെച്ച സാധനം ഇനി ഇങ്ങോട്ടിടുവാണ്. മാങ്ങയ്ക്ക് ചെറിയ തിള വന്ന് ഒത്തിരി നേരം തിളപ്പിക്കണ്ട, ഒരല്പം നേരം തിളപ്പിച്ചിട്ട്, അല്ലാതെ മാങ്ങ ഇതിനകത്തിട്ട് വേവിക്കുകയൊന്നും ചെയ്യണ്ട. അല്ലാതെ ഒരുവിധം തിള വരുമ്പം നമുക്ക് ഇത് വാങ്ങാം. തിളയ്ക്കുന്നുണ്ട്, വാങ്ങാം. ഇതാണ് പച്ച മാങ്ങ മസാല ചേർത്ത് കറി വെച്ച ഒരു സ്റ്റൂ ആണെന്നോ അല്ല മപ്പാസാണെന്നോ പറയാം. 2 ദിവസം വരെ വെളിയിൽ വെച്ചാലും ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റിയാണ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.